ഹായ് ഓൾ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി, അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. കാരണം ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, വൈഫും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം പിന്നെ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും ബിസിയാണ്. ഇപ്പം വൈഫ് ഒരു സൈഡിൽ നിന്ന് കുക്കിംഗ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം കുറേ നാളായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹൗസ് ടൂർ ഹൗസ് ടൂർ എന്നല്ല, അപ്പാർട്ട്മെൻറ്റ് ടൂർ. അപ്പോൾ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 1.5 കൊല്ലത്തോളം ആവുന്നുണ്ട്. അപ്പം ചിലർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഹൗസ്. അപ്പം നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴത്തേനും ചിലപ്പം നമുക്ക് ഫാമിലിക്കായാലും നമ്മുടെ ഫ്രണ്ട്സിനായാലും ചിലർ കാണിച്ചു കൊടുക്കും. അപ്പം നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അവൾ പറയും എല്ലാവരും ചെയ്യുന്നൊരു വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടട്ടെ. പിന്നെ ഇത് റിലേറ്റഡായിട്ട് എന്തെങ്കിലും, ഈ വീടുകൾ റിലേറ്റഡായിട്ട് എന്തെങ്കിലും നമ്മൾ റെൻറ്റിന് ഒപ്പിച്ചു കൊടുക്കുന്ന കാര്യമല്ല. നമ്മുടെ വീട് റിലേറ്റഡായിട്ട് എന്തെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ ഒരു ഹോം ടൂറിലേക്ക് പോകാം. ഇവിടെ ഒരാൾ ഇന്ന് വലിയ പാചകത്തിലാണ്. മാഡത്തിന് എന്തോ പറയാനുള്ളത്? സവാള ഇറങ്ങി കണ്ടിരുന്നു, കണ്ണിൽ കൂടെ വെള്ളം വരുക. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഞാനത് പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. കാരണം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതൊരു നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ ഷൂസ് റാക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ടോയ്ലറ്റ്. നേരെ കയറുമ്പോഴത്തേന് നമ്മുടെ ഡബിൾ ബെഡ്റൂം. ഇവിടെ നമുക്കിപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബെഡുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ എല്ലായിടത്തെയും പോലെ ഇവിടെ വിൻഡോ നമുക്ക് ഇന്നിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ വിൻഡോ എല്ലാം ഓപ്പൺ ചെയ്തിട്ടേക്കാം. പിന്നെ വാർഡ്രോബും അതുപോലെ ഫർണിച്ചേഴ്സ് എല്ലാം നമ്മളെല്ലാ വീട്ടിലെ പോലെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂമാണ് കൂടുതലിട്ട്. പിന്നെ നമുക്കിവിടെ തന്നെ നമ്മുടെ ഒരു വാർഡ്രോബ്, പിന്നൊരു ഡ്രസ്സിങ് ടേബിൾ, പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതിനകത്ത്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ കിച്ചൺ കം ലിവിങ് റൂം. ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത് പോലെ തന്നെ ഇത് ഓൾറെഡി എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ്. നമുക്ക് റാക്കും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരാൾ ഭീകരമായി കുക്കിങ്ങിലാണെന്നൊക്കെയാണ് പറയുന്നത്, എന്താണാവുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഡൈനിങ് ടേബിൾ, പിന്നെ അതുപോലെ നമ്മുടെ ഗ്ലാസ് റാക്ക് കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രൊജക്ടറുണ്ട്. അപ്പം നമ്മൾ ഫ്രീ ടൈമൊക്കെ നമുക്ക് സിനിമ കാണാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരാൾ നല്ല ഉറക്കം. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ കിട്ടും. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിപ്പം സമ്മർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഫുൾ ടൈം തുറന്നിടാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൊച്ചു സ്വർഗം. പിന്നെ ഇവിടെ എക്സ്ട്രാ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട്. ഇവിടെ നമ്മൾ കൂടുതലും ജാക്കറ്റും അതുപോലെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് ഇവിടെ ബോയിലറെല്ലാം ഇവിടെ ഉള്ളതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്.
വിശാലമായ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതിനാണ് എനിക്കറിയത്തില്ല. ടബും ബാക്കിയുള്ള ഫെസിലിറ്റീസും ഉള്ളതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട്. നമ്മുടെ അത്യാവശ്യം കുഞ്ഞിൻ്റെ കാർ സീറ്റ് അങ്ങനെയുള്ള എല്ലാ വാക്യൂം ക്ലീനറെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞ് വീട്. അപ്പം നമ്മൾ കുറേ നാളത്തിന് ശേഷം ഒരു വീഡിയോ ഇപ്പം റെക്കോർഡ് ചെയ്യാണ്. പല വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരാൾ വീണ്ടും എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. ഉച്ചയ്ക്ക് എന്താകുമോ എന്തോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ മാക്സിമം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരാൾ അവിടെ എണീച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാക്സിമം പുതിയ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.